ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവർഷത്തിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ മലയാളികളുടെ ഒരു പുതുവർഷം എന്ന് പറയുന്നത് ചിങ്ങമാണല്ലോ അല്ലേ, ചിങ്ങം 1. അപ്പം ഞാനിത് ചിങ്ങം 1-ാം തീയതി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ്, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചേട്ടനും വീട്ടിലുണ്ടായിരുന്നു. അപ്പം ജോലിക്കൊന്നും പോകണ്ട, അപ്പം നമുക്ക് അമ്പലത്തിൽ പോകാനും ഒക്കെ സൗകര്യമായി. ഒരുപാട് നാളായി ഒന്നിച്ചൊക്കെ ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് കേട്ടോ. ഒത്തിരി നാളായി. ഞാൻ മാത്രമാണ് മിക്കവാറും ഞാനും മക്കളും കൂടെ ആവും പോകാറുള്ളത്. ചേട്ടന് ജോലി തിരക്ക് കാര്യങ്ങളായിട്ട് അങ്ങനെ പോകാനൊന്നും പറ്റാറില്ല. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് എന്തായാലും അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട്, ഒന്നിച്ചൊന്ന് ദൈവത്തിനെ പോയി കാണാമല്ലോ. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് മോന് കുളിപ്പിക്കാനായിട്ട്, അവനെയും പനിയും ജലദോഷമൊക്കെ ആയിട്ട് കുറേ നാളായി, ഒന്ന് കുളിപ്പിച്ചിട്ട് ഒന്നര ആഴ്ചയായിട്ട് കൊണ്ട് നടക്കുവാണ്. അപ്പം ഇന്ന് എന്തായാലും 1-ാം തീയതി ആയിട്ട് അവനെയും വെള്ളം ചൂടാക്കി ഒന്ന് കുളിപ്പിച്ചു കേട്ടോ. അത് തന്നെ കുഞ്ഞിനൊരാശ്വാസം. ഇത്രയും ദിവസമായിട്ട് തലമുടിയൊക്കെ അങ്ങ് ചകിരിനാര് പോലെ അങ്ങ് വല്ലാണ്ടായി കേട്ടോ. ഡോക്ടർ പറഞ്ഞായിരുന്നു കുളിപ്പിക്കണ്ട എന്ന്, അത്രയും നല്ല കഫം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുളിപ്പിക്കാതിരുന്നത്. പിന്നെ എന്തായാലും ഒന്ന് കുളിപ്പിച്ചു. പിന്നെ രാവിലെ തന്നെ ദോശയും കടലക്കറിയാണ്. അപ്പോൾ ഇന്നലെ തന്നെ കടല വെള്ളത്തിലിട്ട് രാവിലെ ചായയും ഇട്ടപ്പം കടല വേവിച്ച് വെച്ചിട്ട് പോയാൽ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ കലക്കി വയ്ക്കാമല്ലോ എന്ന് കരുതിയിട്ട് വേവിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ പോയത്. കടല വേവിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് നമുക്കൊന്ന് കലക്കി എടുത്താൽ മതിയല്ലോ, എളുപ്പപ്പണി. പിന്നെ എൻ്റേത് പിന്നെ എല്ലാം എളുപ്പപ്പണിയാണ്. ഞാൻ സവാളയൊന്ന് വഴറ്റാനോ, എല്ലാവരും വയ്ക്കുന്ന അങ്ങനെയൊക്കെ ആവുമല്ലേ, സവാളയൊക്കെ ഇട്ട് വഴറ്റി പിന്നീട് പൊടിയൊക്കെ ചേർത്ത് ആ രീതിയിലാവും വയ്ക്കുക. ഞാൻ അങ്ങനെ വയ്ക്കുന്നതൊക്കെ അപൂർവമാണ്. എല്ലാം കൂടുതലും വയ്ക്കുന്നത് ഇങ്ങനെ കടലയുടെ കൂട്ടത്തിൽ തന്നെ കുക്കറിൽ നമ്മൾ കടല കഴുകിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സവാളയും കൂടെ അരിഞ്ഞിട്ട് ഉപ്പും കൂടെ ഇട്ട് വേവിച്ച്, പിന്നീട് അത് വെന്തതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് കടല അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അതിന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. എന്നിട്ട് അപ്പോൾ കൊഴുപ്പ് കിട്ടുമല്ലോ, കുറച്ച് കറിക്ക് കുറച്ചുകൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചേർക്കും. ബാക്കി എന്നിട്ട് ഞാൻ പച്ചയ്ക്ക് തന്നെ പൊടികൾ, അതായത് കടലയുടെ കൂട്ടത്തിൽ തന്നെ പൊടികളെല്ലാം കൂടെ ചേർക്കും. നമ്മൾ ചേർക്കേണ്ട മസാലക്കൂട്ടും എല്ലാം ചേർത്തതിന് ശേഷം ഈ അടിച്ചു വെച്ചേക്കുന്ന കടലയും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ട് കലക്കിയെടുക്കും. ഇതാണ് എൻ്റെ സിമ്പിൾ പരിപാടി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ചായയൊക്കെ ഒന്ന് എടുത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ചേട്ടനും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങുവാണേ. ഇവിടെ നിന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ്. നമ്മളെ എനിക്കര ശിവക്ഷേത്രത്തിലാണ്, അടുത്തൊരു ശിവക്ഷേത്രമുണ്ട്, അവിടെയാണ് കേട്ടോ പോകുന്നത്. മോള് വരുന്നില്ല, ഞാനും ചേട്ടനും കുഞ്ഞും കൂടെ മാത്രമാണ് പോകുന്നത്. അവൾക്ക് പീരീഡ്സിൻ്റെ ഡേറ്റൊക്കെ അടുത്തിരിക്കുന്നുണ്ട്, വരാനായിട്ടൊരു മടി. ചേരങ്ങട്ടെ പൂറ്റി പോയിട്ട് വരാമെന്നോ, പൂറ്റി പോയിട്ട് വരാമേ. See you. Bye bye. അങ്ങനെ ഞങ്ങളിതാ പോകാനായിട്ട് ഇറങ്ങി. ചേട്ടനാണെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ മുഖം തരാറില്ല കേട്ടോ. ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ആളങ്ങോട്ട് അടുക്കുന്നേ ഇല്ല, ക്യാമറയിൽ മുഖം കാണിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ എന്താ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അമ്പലത്തിലൊന്നും അടുക്കാൻ വയ്യാത്ത തിരക്കായിരുന്നു കേട്ടോ. അവിടുന്ന് ഫോണോ ക്യാമറയോ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പം അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വന്ന് കയറിയുള്ളൂ കേട്ടോ. ഇനി വന്ന് ഡ്രസ്സ് മാറി മോനെ TV-യുടെ മുമ്പിൽ ഇരുത്തിയിട്ടുണ്ട്. കുറച്ച് നേരം, ഒത്തിരി നേരമൊന്നും ഇരിക്കത്തില്ല, ഒരു 5 മിനിറ്റ് അത്ര സമയം തന്നെ കാണുന്നത്. ഇനി വേണം ഒന്നേന്നെല്ലാം തുടങ്ങും. രാവിലെ കടല വേവിച്ച് വെച്ചിട്ട് പോയതാണ്, കലക്കിയിട്ട് ഒന്നുമില്ല. പിന്നെ അത് ചെയ്യണം, കാപ്പി തൊട്ട് തുടങ്ങണം. ഫുൾ കാര്യങ്ങൾ ഇനി ഒന്നേന്ന് പെട്ടെന്ന് ചെയ്ത് തുടങ്ങിയാലേ പറ്റുള്ളൂ കേട്ടോ. അതിന് മുമ്പ് ഇനി അരിയും കൂടെ ഒന്ന്, അടുപ്പും കൂടെ ഒന്ന് കത്തിച്ച് കഴിഞ്ഞാൽ അമ്മ വരുമ്പോഴേക്കും, അമ്മ റോഡിലെത്തിയിട്ടുണ്ട്, ഞങ്ങൾ വഴിക്ക് വെച്ച് കണ്ടു. അപ്പോൾ ഇനി വന്നു കഴിഞ്ഞിട്ട് അമ്മ പിന്നെ അരി പാറ്റണമല്ലോ, അരി പാറ്റി അതിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളൂ. അപ്പോൾ പെട്ടെന്നൊന്ന് അടുപ്പ് കത്തിച്ച് വെച്ചപ്പോഴത്തേക്കും വെള്ളം തിളയ്ക്കും. അപ്പോൾ ഇനി ആ പണികളൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ പോയി അടുപ്പൊക്കെ കത്തിച്ചതിന് ശേഷം നേരെ വന്ന് കടല കലക്കാനുള്ള പരിപാടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊടികളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി,
മസാലപ്പൊടി, അതായത് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഇത്രയും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്ന കടലയിലോട്ട് നമ്മൾ കലക്കും. പൊടിയിട്ട് കലക്കിയതിന് ശേഷം ഞാൻ കുറച്ച് കടല മാറ്റി വെച്ചിട്ട് അതിൻ്റെ മിക്സിയിൽ നന്നായിട്ട് അടിച്ച് അതും കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ, എനിക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നുന്നത്. അല്ലാതെ നമ്മൾ ഈ കടുവൊക്കെ പൊട്ടിച്ചിട്ട് എടുക്കുന്നതിനേക്കാളും പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അരി, അതായത് അടുപ്പ് കത്തിച്ചതിന് ശേഷം കഞ്ഞിക്കുള്ള വെള്ളം കൊണ്ടുവച്ചിനി അമ്മ വന്നിട്ട് അതിൻ്റെ പരിപാടികളൊക്കെ അമ്മ എത്താറായിട്ടുണ്ട്. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ അമ്മ എന്നെ നോക്കിക്കോളും. ചോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെല്ലാം അമ്മ നോക്കട്ടോ. എനിക്ക് അരി പാറ്റാനായിട്ട് അറിയത്തില്ല. ഇപ്പോഴത്തെ ഉള്ളവർക്ക് ഏകദേശമൊക്കെ അറിയാമായിരിക്കുമല്ലോ, പക്ഷേ എനിക്ക് അരി പാറ്റാനായിട്ട് ഇതുവരെയും അറിയത്തില്ല. പഠിക്കണം എന്ന് വിചാരിക്കും. അമ്മയുടെ അടുത്ത് പറഞ്ഞൊന്ന് പഠിക്കണം. കാരണം അമ്മയൊക്കെ ഇല്ലാണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ കടയിൽ നിന്ന് താമസിച്ചൊക്കെ വരുന്ന സമയത്ത് അമ്മ വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കണം. ഞാൻ വിചാരിക്കും എന്നും പഠിക്കണമെന്ന് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഗ്യാസ് തീർന്നു. കടലക്കറി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഗ്യാസ് തീർന്നു കേട്ടോ. പിന്നെ അതാ അടുപ്പത്ത് കൊണ്ടിട്ടായി ഇന്നത്തെ പരിപാടികൾ മൊത്തം. ദോശ ചുടാനായിട്ട് അടുപ്പ് കത്തിച്ച് കഞ്ഞിക്കലമൊക്കെ മാറ്റി വെച്ച് ദോശ അടുപ്പത്ത് ചുടാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇന്ന് സത്യം പറഞ്ഞാൽ 1-ാം തീയതിയായിട്ട് ശകുനപ്പഴ പോലെയായിരുന്നു. എന്ത് കാര്യത്തിനും ജോലിയായാലും ഒന്നും അങ്ങോട്ട് ആവുന്നില്ല, എന്തൊക്കെയോ. അതിൻ്റെ ഇടയിൽ ഞാനങ്ങ് കാപ്പി കഴിച്ചു. കാരണം അവനൊക്കെ കൊടുത്തിട്ടിരുമ്പോൾ വീണ്ടും താമസിക്കും. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് ചെന്നാണ് മോന് കാപ്പി കൊടുക്കാനായിട്ട് പോയത് കേട്ടോ. അപ്പോൾ പിന്നെ ആ പരിപാടിയും കഴിഞ്ഞിട്ട് വന്നതാണ്. ഇന്ന് ചീര ഇന്നലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചീര തോരനും മീൻ കൂട്ടാൻ. നമുക്ക് 1-ാം തീയതി വെച്ച് മീനില്ലാണ്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. ഇവിടെ ചേട്ടനൊക്കെ മീൻ വേണം. അപ്പം പട്ടികളുണ്ട്, 2 പട്ടിയുണ്ട്, അവർക്ക് വേണം. അപ്പം നമുക്ക് മീനില്ലാണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. ഈ ഓണം സദ്യ വയ്ക്കുന്ന സമയത്തൊക്കെ മാത്രമാണ് ഈ മീൻ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ നല്ല ചൂര മീൻ അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇതിനിടയിൽ ഞാനും മോളും കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് തർക്കവും ഉണ്ട്. അല്ലാതെ എപ്പോഴും എന്തുണ്ടെങ്കിലും വന്ന് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. സ്കൂളിലെ കാര്യമായാലും എന്ത് കാര്യമായാലും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് അവളും എൻ്റെ നാത്തൂനും, ഈ 2 പേരുടെ പേരാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരെന്ന് ചോദിച്ചാൽ എനിക്ക് ഇവർ 2 പേരും തന്നെയാണ്. എന്ത് കാര്യമേ അറിഞ്ഞുകൂടാത്തതായിട്ട് എൻ്റെ മോളും ഇല്ല, എൻ്റെ നാത്തൂനും ഇല്ല. അവരുടെ അടുത്ത് 2 പേരുമാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്തില്ലെങ്കിലും ഇവർ 2 പേരോടും, എൻ്റെ മോൾക്കും അറിയാം, അവളോടും ഞാൻ ഷെയർ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അമ്മയോട് പറയാൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പം പക്ഷേ ഇവരോട് 2 പേരും ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അതുപോലെ തന്നെയാണ് അവളും വന്ന് എന്തുണ്ടെങ്കിലും എന്നോട് വന്ന് ഷെയർ ചെയ്യാറുണ്ട്. സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങളായാലും എന്തുണ്ടെങ്കിലും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ജോലി ചെയ്യണ കാര്യത്തിനാണെന്ന് തോന്നുന്നു. ഞാൻ തേങ്ങ തിരുമ്പാനൊക്കെ ഏൽപ്പിച്ചപ്പോൾ പറയുമായിരുന്നു സ്കൂളുണ്ടായിരുന്നാൽ മതിയായിരുന്നു, എങ്കിൽ പാടില്ല എന്നൊക്കെ. അതിനൊക്കെ ഞാൻ എന്തൊക്കെയോ ഞാൻ പറയുമായിരുന്നു. ഈ പ്രായത്തിൽ അവൾക്ക് ഇപ്പോൾ 14 വയസ്സ് 13.5 വയസ്സായി. ഈ പ്രായത്തിൽ ഞാൻ വീട്ടിലെ കംപ്ലീറ്റ് ജോലി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെ അമ്മയും അച്ഛനും അന്നേ കടയിൽ കാര്യങ്ങളുമായിട്ട് അമ്മ രാവിലെ പോകേണ്ടി വരും. നമ്മളെ വീട്ടിലെ സാഹചര്യം അങ്ങനെയാണ്. അമ്മൂമ്മയായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴും അമ്മൂമ്മയ്ക്ക് ഇടയ്ക്ക് വയ്യാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ പഠിക്കേണ്ടി വന്നു. ഈ പ്രായത്തിലും ഇപ്പോൾ മോൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടിക്കാനോ വിളിക്കാനോ ചെയ്യാറില്ല. കാരണം ഒരു ദിവസം പോലും അവൾ ഫ്രീ ആയിട്ട് നിൽക്കില്ല. ക്ലാസ് അല്ലാത്ത സമയത്ത് ഡാൻസ് കാര്യങ്ങൾ അങ്ങനെ. പിന്നെ തലയ്ക്കും ഇത് പഠിക്കാനും ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല. അപ്പോൾ ഇന്നെന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളേ.